everyone, welcome back to Silent Learning. It's me, Jimshad. You can call me JD. A friend like Simon. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. ഇത് നമുക്ക് സെറ്റ് ആയിട്ട് അങ്ങോട്ട് നോക്കിയാലോ പഠിച്ചാലോ അതിന്റെ കംപ്ലീറ്റ് റിവിഷനുമാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. നമുക്ക് സമയം നോക്കാം. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്താക്കാം കംപ്ലീറ്റ് ചാപ്റ്റർ നോക്കാം. ഫ്രണ്ട് ലൈക്ക് സൈമൺ. സൈമണിനെ പോലെ ഒരു ഫ്രണ്ട് അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ സൈമൺ. ഇതാരാണെന്ന് നമുക്കറിയാം. ചാപ്റ്റർ കംപ്ലീറ്റ് നോക്കാം. കേറ്റ് ഗെയ്നോറിന്റെ ഒരു കിടിലൻ ചാപ്റ്റർ ആണ് ഫ്രണ്ട് ലൈക്ക് സൈമൺ. ഇതുപോലത്തെ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്നുള്ളതാണ്. ഓരോരുത്തർ ഓരോ സ്റ്റൈലായിരിക്കും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്താണ്? മാത്യു ഇൻട്രൊഡ്യൂസസ് ഹിസ് ന്യൂ ഫ്രണ്ട് സൈമൺ. മാത്യു അവന്റെ പുതിയ ഫ്രണ്ട് സൈമനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മാത്യുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഹു ജോയിൻഡ് ഹിസ് സ്കൂൾ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം സ്കൂളിൽ ജോയിൻ ചെയ്തതാണ്. സൈമൺ ഇസ് എ ക്വയറ്റ് ബോയ്. വളരെ പാവം. ഈ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം പാവം ചങ്ങ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചങ്ങയാണ്. ആരോട് മിണ്ടൊന്നാത്തൊരു ചങ്ങയാണ്. ഹു ബിഹേവ്സ് ഡിഫറെന്റ്ലി ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ പോലെയൊന്നുമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് അവർ പെരുമാറാറുള്ളത്. സൈമന്റെ ആദ്യത്തെ ദിവസം, ആദ്യമായിട്ട് സൈമൺ സ്കൂളിൽ വരുന്ന സമയത്ത് ഓൺ ദ ഫസ്റ്റ് ഡേ സൈമൺസ് മദർ asked him to say hello to Matthew. മാത്യുവിനെ കണ്ടപ്പോൾ മോനെ സൈമൺ കുട്ടാ, അമ്മയാണേത്, അമ്മ മകനോട് പറയാണ് ഇവനോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആരോട്? ഇവനോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് ഇവനോട് പറഞ്ഞു. എന്നിട്ടോ ഹായ് അല്ല ഹലോ പറയാൻ വേണ്ടിയിട്ട്. ബട്ട് സൈമൺ ലുക്ക്ഡ് ഡൗൺ ആൻഡ് ഡിഡ് നോട്ട് റെസ്പോണ്ട്. അവൻ ഇങ്ങനെ ഒരു മടിയനായിട്ട്, മറ്റേ നമ്മളെ ഇൻവേർട്ടർ എന്ന് പറയില്ലേ, അതായത് ഇൻട്രോവേർട്ട് എന്ന് പറയാറില്ലേ, അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ താഴോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ സൈമന്റെ ബിഹേവിയർ അങ്ങനെയാണ് അവന്റെ ആദ്യത്തെ ഡേ. സൈമന്റെ ബിഹേവിയർ എന്ന് നോക്കാം. സൈമൺ ഓഫൺ ആക്ട് ഡിഫറെന്റ്ലി. സാധാരണ ആൾക്കാരെ പോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അവൻ ചെയ്യുന്നത്. ഈ ഗോട്ട് അപ്സെറ്റ് ഓവർ സ്മോൾ തിങ്. ചെറിയ കാര്യങ്ങളിലൊക്കെ അവന് അപ്സെറ്റ് ആവും. ലൈക്ക് ദ സ്കൂൾ ബെൽ ഓർ സംവൺ ബമ്മിങ് ഇൻ ചെയ്യും. ആ ബെല്ല് പെട്ടെന്ന് സ്കൂൾ ബെൽ അടിച്ചാൽ ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ ആരെങ്കിലും കളിക്കാനൊക്കെ പോയിക്കുന്ന സമയത്ത് ആരെങ്കിലും തന്നെ വന്ന് ഇടിക്കോ, ബമ്പിങ് ചെയ്യാൻ അവനെ വന്ന് ഇടിക്കോ എന്നൊക്കെ പേടിയാണ്. ഹി ലൈക്ഡ് ടു കീപ് ഹിസ് ഡെസ്ക് അറേഞ്ച്ഡ്. ഓക്കെ, അവന്റെ ബെഞ്ചൊക്കെ ഓൾവേസ് അറേഞ്ച്ഡ് ആയിരിക്കും. ബുക്ക് എപ്പോഴും ഇവിടെ വെക്കണം, പെന്നൊക്കെ ഇങ്ങനെ വെക്കണം, സ്കെയിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കും. ബാക്കിയുള്ളവർക്ക് അത്ര ഇതൊന്നും വൃത്തിയൊന്നും ഇല്ലാതെ വെക്കുന്ന, വൃത്തിയൊന്നല്ല കറക്റ്റ് ഓർഡർ വെച്ചില്ലെങ്കിലും ദ സെയിം വേ എവറി ഡേ ആൻഡ് ഡിഡ് നോട്ട് ലൈക്ക് ചേഞ്ചസ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആക്കി വെക്കണം. ഒരു ദിവസം ചേഞ്ച് ആകാൻ പറ്റില്ല. ഈ ബോക്സ് എന്ന് ഇവിടെ തന്നെ വേണം, ഈ പെൻ എന്ന് ഇവിടെ വേണം, അങ്ങനെ ഭയങ്കര അറേഞ്ച്മെന്റ് ഒക്കെ ഉള്ള ആളാണ്. ഓക്കെ, ആൻഡ് മാത്യുവിന്റെ ഫീലിംഗ് എന്താ നോക്കിയോ. മാത്യു സംടൈം ഫെൽറ്റ് അൺഷുവർ അബൌട്ട് ബീയിങ് ഫ്രണ്ട് വിത്ത്. ഈ സൈമൺ ഇങ്ങനെ ഫ്രണ്ടാക്കി കൊണ്ടെടുക്കണം. എന്തിനാ പോയി സൈമൺ എപ്പോഴും എന്തോരും ഒരു ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവന് കൂടുതൽ ഇഷ്ടം. നമ്മളപ്പോ കളിക്കാനൊന്നും വരില്ല. അങ്ങനെ ഇവനെയൊക്കെ ഫ്രണ്ടായി കൊണ്ടെടുക്കണം എന്നുള്ള ചിന്തയായിരുന്നേ. ഹി സ്റ്റോപ്ഡ് ആസ്കിങ് സൈമൺ. അങ്ങനെ അവനെന്താക്കി സൈമണിനോട് ചോദിക്കുന്നതൊക്കെ നിർത്തി. എങ്ങനെ ടു ജോയിൻ ഗെയിംസ്, കളിക്കാൻ പോയിരുന്നോന്നൊക്കെ. ബിക്കോസ് സൈമൺ പ്രിഫേർഡ് ബീങ് അലോൺ. എപ്പോഴും സൈമൺ വരൂല, കളിക്കാനൊന്നും വരൂല. അപ്പൊ പിന്നെന്തിനാ അവനോട് ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂൾ ട്രിപ്പ് നോക്കിക്കുക. ഡ്യൂറിങ് ദ സ്കൂൾ ട്രിപ്പ് ടു ദ ഫൺ ഫെയർ, ഒരു സ്കൂൾ ട്രിപ്പ് പോകുന്ന സമയത്ത് മാത്യു ആൻഡ് സൈമൺ സാറ്റ് ടുഗദർ. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നേ. മാത്യു സൈമൺ ഒരുമിച്ചിരുന്നു. സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് ആൻഡ് റിപ്പീറ്റഡ് മാത്യൂസ് വേർഡ്. സൈമണ് മാത്യുവിന് എന്താക്കി ഒരു സാൻഡ്വിച്ച് കൊടുത്തു. പൊതുവേ സൈമൺ മിണ്ടാതിരിക്കുക. അവന് മാത്യുവിന് സാൻഡ്വിച്ച് കൊടുത്തു. അവന്റെ സന്തോഷം, മാത്യുവിന്റെ സന്തോഷം. ഷോയിങ് ഹിസ് യുണീക്ക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമല്ല മാത്യു എന്താണോ പറയുന്നത് അതുപോലെ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുക. താങ്ക് യു പറഞ്ഞാൽ താങ്ക് യു, അതുപോലെ തന്നെ അവൻ അങ്ങോട്ടും പറയുക. ഓക്കെ, യുണീക്ക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവര് ഒരേപോലുള്ള ഒരു വളരെ ഒരേ രൂപത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് അവൻ പറഞ്ഞത് അതേപോലെ തന്നെ തിരിച്ചു പറയാം. ഓക്കെ, ഹൊറിബിൾ ഹെറ്റി ഇൻസിഡന്റ്. ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ ചാപ്റ്ററിലുള്ള ഹൊറിബിൾ ഹെറ്റി എന്ന് പറയുന്ന ഒരു ഭീകരിയാണ് അല്ലേ, ഒരു സിംഗപ്പെണ്ണാണ്. ആറ്റ് ദ ഐസ്ക്രീം അവളെപ്പോഴും എന്താകും, ഇവൾക്കൊരു സ്വഭാവമുണ്ട്. അവള് ഭയങ്കര ദേഷ്യം പിടിച്ചാൽ നിൽക്കുക, എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്യും. അത് മാത്രമല്ല അവൾ ക്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഏറ്റവും മുന്നിൽ അവൾ പോയി എല്ലാവരെയും പുഷ് ചെയ്ത് മാറ്റിയിട്ട് അവൾ മുന്നോട്ട് പോയിരിക്കുന്ന ആളാണ്. ഓക്കെ, അങ്ങനെ ഐസ്ക്രീമിന്റെ ക്യൂ ആണ്. ഹെറ്റി ട്രൈഡ് ടു പുഷ് എഹെഡ്. മുന്നോട്ട് പുഷ് ചെയ്ത് നീങ്ങാന്ന് കരുതി. സൈമൺ ഓർക്ക ഷൗട്ട് ചെയ്തു നോ. ഉറക്കം കൂടെ വിളിച്ചു വിച്ച് സ്കേർഡ് ഹർ അവേ. നമ്മുടെ ഇവളുണ്ടല്ലോ ഹെറ്റി എന്നൊരു പേടിച്ചു. ഈ ചെറിയ ചെങ്ങ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, എന്നെ വരെ പേടിപ്പിച്ചു. ദിസ് ഹെൽപ്ഡ് മാത്യു ആൻഡ് താങ്ക്ഡ് സൈമൺ. അങ്ങനെ ഐസ്ക്രീമിന് വേണ്ടി വരിക്കുന്ന സമയത്ത് മാത്യുവിനെ പുഷ് ചെയ്തിട്ട് അവിടെ ഐസ്ക്രീം വാങ്ങാൻ നിന്നതായിരുന്നു ആര്, ഹെറ്റി.
ആ ഹെറ്റിനെ ഞെട്ടിച്ച് വിട്ടുകാര് നമ്മുടെ സൈമൺ കാരണം ആർക്ക് ഐസ്ക്രീം നേരത്തെ കിട്ടി, അല്ലെങ്കിൽ മാത്യുവിന് സന്തോഷമായി അത്. ഓക്കെ, ആ ഒരു പുതിയ അതിനുശേഷം ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പാണ്. നോക്കിക്കോ, ആഫ്റ്റർ ദ ട്രിപ്പിന് ശേഷം മാത്യു ഇൻവൈറ്റഡ് സൈമൺ ടു പ്ലേ ആൻഡ് ഈറ്റ് വിത്ത് ഹിം മോർ ഓഫൻ. പലപ്പോഴും അവനെ ഭക്ഷണം കഴിക്കാനും കളിക്കാനും ഒക്കെ അവനെ വിളിക്കാൻ തുടങ്ങി. സൈമൺ ജോയിൻഡ് സം, ചിലപ്പോൾ സൈമൺ കൂടിട്ടോ. ആൻഡ് അതർ ടൈം, മറ്റു ചില സമയത്ത് മറ്റുള്ളപ്പോഴൊക്കെ എന്താക്കും, അതർ ടൈംസ് ഹി പ്രിഫേർഡ് ടു ബി അലോൺ. അവൻ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് അവനക്ക് ഇഷ്ടം. ആൻഡ് ദാറ്റ് വാസ് ഫൈൻ, അത് ഓക്കെയാണ്. ചില സമയത്ത് അവൻ വരും, ചില സമയത്ത് അവൻ വരില്ല. ചിലപ്പോൾ അന്നേരത്ത് അവൻ ഒറ്റയ്ക്കിരിക്കും. അവൻ ചിലപ്പോൾ കളിക്കാൻ കൂടില്ല, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ കൂടില്ല, ചിലപ്പോൾ കൂടില്ല. ഇറ്റ്സ് ഓക്കെ, ഓരോരുത്തർ ഓരോ സ്വഭാവമായിരിക്കുമല്ലോ. ഇനി നോക്കിക്കോ, ലെസണിലാണ്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു കാര്യം മനസ്സിലായി. എന്താണ്, ഇവർ എല്ലാവരും ഫ്രണ്ടൊക്കെ ആയി, അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം പഠിച്ചു. ദ ക്ലാസ് ലേൺഡ് ദാറ്റ് ഇവൻ ദോ സൈമൺ വാസ് ഡിഫറെന്റ്, സൈമൺ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, സാധാരണക്കാരെ പോലെ അല്ല, ഡിഫറെന്റ് ആണെങ്കിലും ഹി വാസ് ജസ്റ്റ് ലൈക്ക് എവ്രി വൺ എൽസ് ഇൻ മെനി വേസ്. പല നിലക്കും അവർ എല്ലാവരെ പോലെയാണ്. എല്ലാവരെ പോലെയുള്ള പല സ്വഭാവനുണ്ട്, എന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം അവനുണ്ട്. ദേ റിയലൈസ്ഡ് നോ വൺ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട് ഫോർ ബീങ് ഡിഫറെന്റ് ആണെന്ന് കരുതി ഒരാളെയും നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്. ഈ ചാപ്റ്ററിന്റെ ഒരു ഒരു നമുക്കൊരു കൺക്ലൂഷൻ കൂടി പറയാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാണ്, നമ്മുടെ ക്ലാസ്സിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെന്നല്ല, അതായത് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരുടെ സ്വഭാവം ഇപ്പോൾ ഒരു ഓണായിരിക്കുമോ? കച്ചറ കളിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ എല്ലാവരെയും പിന്നെ മോശം വാക്ക് ഉപയോഗിക്കുന്നവരും, അങ്ങനെ പല നിലക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായി. ചില ആൾക്കാർ എല്ലാവരോടും മിണ്ടൊന്നുമില്ല, ഭയങ്കര സൈലന്റ്, നമ്മുടെ ഇവനെ പോലെ സൈമണിനെ പോലെ എന്ന് കരുതിയിട്ട് അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നല്ല. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവരെയും കൂടി എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുക. അവരെ ഒഴിവാക്കുമ്പോഴായിരിക്കും അവർ കൂടുതൽ കച്ചറ കളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷനും കൂടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ 6ാം ക്ലാസ്സിന് ഇപ്പോൾ ഒരു എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ആനുവൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. എന്തിനാ അപ്പോൾ നിങ്ങൾ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അടുത്ത വർഷം നിങ്ങൾക്ക് USS എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ, ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങളെ നോട്ട് ചെയ്യപ്പെടുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? USS എക്സാം നിങ്ങളെ എഴുതിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. അതുപോലെ തന്നെ USS എക്സാമിനുള്ള സിലബസിൽ എന്താണ്, 6ാം ക്ലാസ്സിലെ ഈ പുതിയ സിലബസിലുള്ള ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് USSലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാന്നുള്ളത്, നല്ല കുറേ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെ തുടങ്ങി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, റിവിഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ ഉണ്ട്. ഈ ഓഫർ 12ാം തീയതിയോട് കൂടിയിട്ട് ഈ ഒരു ഓഫർ അവസാനിക്കാൻ പോവാണ്. ഈ ഒരു 15% ഓഫർ ഏർലി ബേർഡ് ഓഫറാണ്. അത് ആ ബേർഡ് പറന്നു പോകും ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എന്താക്കുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പാരൻസിനോട് പറയാം. പാരൻസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി കൺക്ലൂഷൻ നോക്കിക്കോ. വീഡിയോ സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞത്. മാത്യു ഡിസ്കവേർഡ് ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. സൈമണിനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ള എത്ര അടിപൊളിയാണ് അല്ലേ. ആൻഡ് എൻകറേജസ് അതേഴ്സ് ടു അപ്രീഷിയേറ്റ് സച്ച് ഫ്രണ്ട്ഷിപ്പ് ടു. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം എന്ന് മറ്റുള്ളവരോട് അപ്രീഷിയേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ സൈമൺ നമ്മളും കൂട്ടണം. സൈമണിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റൂല എന്ന് ആര് പറഞ്ഞെടുത്തു? മാത്യു. ശരിക്കും എനിക്ക് മാത്യുവിനെ ഭയങ്കര ഇഷ്ടമായി. സൈമൺ ഓൾറെഡി അങ്ങനെയാണ്. അപ്പോൾ അവന്റെ ഈ സ്വഭാവത്തെ അംഗീകരിക്കാൻ വന്നിട്ടുള്ള ആളാരാണ്? അംഗീകരിക്കുക മാത്രമല്ല, ബാക്കിയുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക കൂടി ചെയ്ത ആളാണ് മാത്യു. ഐ ലൈക്ക് മാത്യു. നിങ്ങൾക്ക് മാത്യുവിന് ഇഷ്ടമാണോ? നിങ്ങൾക്ക് സൈമണിന് ഇഷ്ടമാണോ? നിങ്ങൾ കമന്റ് ചെയ്തോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് തോട്ട് റൈറ്റിംഗ് ചോദിക്കാം. അതുപോലെ ഇതിൽ നിന്ന് സ്പീച്ച് റൈറ്റിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് ഡയറി റൈറ്റിംഗ്, സൈമണിൻ്റെയോ മാത്യുവിൻ്റെ ഒക്കെ ഡയറി, അങ്ങനെ പല സിറ്റുവേഷൻ ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്താക്കാം, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറഞ്ഞത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ബൈ ബൈ. ലവ് യു ഓൾ.